അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് IFBയുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമായിട്ടാണ്. ഈ മോഡൽ 6.5 kgയിലും 7 kgയിലും അവൈലബിൾ ആണ്. 720 RPMലാണ് ഇതിന്റെ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ 230 വാട്ട്സ് ആണ് ഇത് കൺസ്യൂം ചെയ്യുന്നത്. 5 സ്റ്റാറിലാണ് ഈ മോഡൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് പല പല കമ്പനീസിന്റെ. അപ്പോൾ ഇതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഐക്കണിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലിങ്കിൽ കയറി നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ പ്രൈസ് ചേഞ്ച് ഇല്ലാതെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങാൻ സാധിക്കും. അത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന് ഒരു ഹെൽപ്ഫുള്ളും ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. IFBയുടെ ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് അക്വ എനർജി. അക്വ എനർജി എന്ന് പറയുമ്പോൾ ഒരു ഡിവൈസിന്റെ ഹെൽപ്പോട് കൂടി ഡിറ്റർജന്റും വാട്ടറും ബെറ്റർ വേയിൽ മിക്സ് ആയിട്ട് അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് ബെറ്റർ വാഷിന് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൂടാതെ 6 വാഷ് പ്രോഗ്രാമാണ് IFBക്ക് വന്നിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് പവർ വാഷ്. പവർ വാഷ് എന്ന് പറയുമ്പോൾ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള സ്റ്റെയിൻ ഉള്ളത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാഷ് പ്രോഗ്രാമാണ് പവർ വാഷ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് വന്നിരിക്കുന്നതാണ് സ്മാർട്ട് സെൻസ്. സ്മാർട്ട് സെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ തുണിയുടെ വെയിറ്റിനനുസരിച്ച് വെള്ളവും ഡിറ്റർജന്റും വാഷിംഗ് മെഷീൻ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് വാഷ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സ്മാർട്ട് സെൻസ് എന്ന് പറയുന്നത്. മൂന്നാമത് വന്നിരിക്കുന്നത് എക്സ്പ്രസ് വാഷ്. എക്സ്പ്രസ് വാഷ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള വാഷ് പ്രോഗ്രാമിനെക്കാട്ടും ഫാസ്റ്റ് ആയിട്ട് വാഷ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എക്സ്പ്രസ് വാഷ് എന്ന് പറയുന്നത്. പിന്നെ ജീൻസ് ആണ് അടുത്ത പ്രോഗ്രാമായിട്ട് വന്നിരിക്കുന്നത്. ജീൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ഡ്രസ്സസ്, ആ ജീൻസ് പോലുള്ള മെറ്റീരിയൽസ് ഉള്ള ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ജീൻസ് എന്ന് പറയുന്ന പ്രോഗ്രാം. പിന്നെ വന്നിരിക്കുന്നതാണ് ഡെലിക്കേറ്റ്. ഡെലിക്കേറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് കെയറോട് കൂടി വാഷ് ചെയ്യേണ്ട ഡ്രസ്സസ്, അതായത് നമ്മൾ സാരി, വില കൂടിയ ഡ്രസ്സസ് ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡെലിക്കേറ്റ് എന്ന് പറയുന്ന വാഷ് പ്രോഗ്രാം യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ വന്നിരിക്കുന്നതാണ് ടപ്പ് ക്ലീൻ. ടപ്പ് ക്ലീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാഷ് പ്രോഗ്രാമാണ് ടപ്പ് ക്ലീൻ എന്ന് പറയുന്നത്. പിന്നെ വന്നിരിക്കുന്ന അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത് ക്രഷന്റ് മൂൺ ഡ്രം ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ബെറ്റർ വാഷിന് വേണ്ടിയിട്ട് കമ്പനി തന്നെ ഡ്രമ്മില് മൂണിന്റെ സെറ്റപ്പില് ക്രഷ് ചെയ്ത സെറ്റപ്പിലാണ് ഇതിന്റെ ഡ്രം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി ബെറ്റർ ക്ലീനിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ വന്നിരിക്കുന്നതാണ് 3D വാഷ്. 3D വാഷ് എന്ന് പറയുമ്പോൾ 3 സൈഡിൽ നിന്നാണ് ഇതിന്റെ വെള്ളം ഡ്രമ്മിലേക്ക് ഫില്ല് ആകുന്നത്. അങ്ങനെ 3 സൈഡിൽ നിന്ന് ഫില്ല് ആയിട്ടാണ് ഈ വാഷിംഗ് നടക്കുന്നത്. 3D വാഷ് ഇതിനകത്ത് ഇൻബിൽഡ് ആണ്. പിന്നെ വന്നിരുന്നത് ഡീപ്പ് ക്ലീൻ. ഡീപ്പ് ക്ലീൻ എന്ന് പറയുമ്പോൾ സ്റ്റെയിൻ ആയിട്ടുള്ള ഡ്രസ്സസ്, നല്ല രീതിയിൽ സ്റ്റെയിൻ ആയിട്ടുള്ള ഡ്രസ്സസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡീപ്പ് ക്ലീൻ എന്ന് പറയുന്ന ഓപ്ഷനും കമ്പനി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് വാട്ടർ ലെവല് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ കുറച്ച് ഡ്രസ്സ് ഇടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വാട്ടർ ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഡ്രസ്സസ് കൂടുതൽ ഇടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും വാട്ടർ ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തായിട്ട് വരുന്നതാണ് ചൈൽഡ് ലോക്ക്. ചൈൽഡ് ലോക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, അപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ചൈൽഡ് ലോക്ക് ആക്കി നമ്മൾ വെക്കുകയാണെങ്കിൽ ആ പ്രോഗ്രാം അവർക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ വന്നിരിക്കുന്നത് ടെമ്പേർഡ് ഗ്ലാസ്. ടെമ്പേർഡ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അതിന്റെ ഡോറ് യൂസ് ചെയ്തിരിക്കുന്നത് ടെമ്പേർഡ് ഗ്ലാസ് വെച്ചാണ്. കുറച്ച് ക്വാളിറ്റി കൂടിയ ഗ്ലാസ് ആണ് അതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അത് സ്ക്രാച്ച് പ്രൂഫ് ആണ്. അതുകൂടാതെ തന്നെ ഇലക്ട്രിസിറ്റി പ്രൂഫും കൂടിയാണ്. ഡിറ്റർജൻറ്റ് ഇവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഡിറ്റർജൻറ്റ് താഴെയും ലിക്വിഡൊക്കെ നമ്മൾ ഇവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്. അതുകൂടാതെ ഇവിടെയാണ് നമ്മൾ കംഫേർട്ട് യൂസ് ചെയ്യുന്നത്, ഈ ഭാഗത്താണ്. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ള പോയിന്റ് ലിഡ് ടവർ ഫിൽട്ടർ. ലിഡ് ടവർ ഫിൽട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ തുണിയിൽ വരുന്ന നൂല്, കോയിൻസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്താണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മന്ത്ലി നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അടുത്തായിട്ട് വരുന്നതാണ് ഇതിന്റെ ബോഡി വന്നിരിക്കുന്നത് മെറ്റലിലാണ് ഇതിന്റെ ബോഡി യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള പോയിന്റ് സ്മാർട്ട് സെൻസ്. സ്മാർട്ട് സെൻസ് ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പറഞ്ഞുതരാം. അതായത് സ്മാർട്ട് സെൻസ് എന്ന് പറയുമ്പോൾ അതൊരു വാഷിംഗ് പ്രോഗ്രാം തന്നെയാണ്. നിങ്ങളിപ്പോ ഒരു 3 കിലോ ഡ്രസ് ഇട്ടു, അപ്പോ ആ ഡ്രസ്സിന്റെ സെൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് സെൻസർ ചെയ്തുകൊണ്ട് അതിനാവശ്യമായ വെള്ളവും ഡിറ്റർജന്റും വാഷിംഗ് മെഷീൻ തന്നെ സജസ്റ്റ് ചെയ്തുകൊണ്ട് വാഷിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിനെയാണ് സ്മാർട്ട് സെൻസ് എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഒരു വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കുമ്പോൾ 80% മാത്രമേ അതിനകത്ത് ഡ്രസ്സസ് ഇടാൻ പാടുള്ളൂ. ബാക്കി ഒരു 20% നമ്മൾ ബാക്കി ബാലൻസ് ആയിട്ട് വെക്കണം. അതായിരിക്കും ബെറ്റർ ക്ലീനിങ്ങിന് നല്ലത്. പിന്നെ ഇതിന് വന്നിരിക്കുന്ന വാറണ്ടി 4 വർഷത്തെ വാറണ്ടിയാണ് കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത്. അതായത് പ്രൊഡക്റ്റിന് 4 വർഷത്തെ വാറണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. 10 കൊല്ലത്തെ വാറണ്ടിയാണ് മോട്ടറിന് കമ്പനി കൊടുത്തിരിക്കുന്നത്.
അതുകൂടാതെ 10 കൊല്ലത്തെ സ്പെയർ സപ്പോർട്ടും കമ്പനി നൽകുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ നിങ്ങളിപ്പോ ഇന്ന് വാഷിംഗ് മെഷീൻ മേടിച്ചു കഴിഞ്ഞാൽ 10 കൊല്ലത്തേക്ക് ആ വാഷിംഗ് മെഷീന്റെ എന്ത് സ്പെയറിന് കംപ്ലൈന്റ് വന്നാലും കമ്പനി 10 കൊല്ലത്തിനുള്ളിൽ അത് റീപ്ലേസ്മെന്റ് ചെയ്ത് തരാമെന്നുള്ള വാറന്റി കൂടി കമ്പനി ഇതിന് നമുക്ക് നൽകുന്നുണ്ട്. അത് വേറൊരു കമ്പനി ഇങ്ങനെ ഒരു ഓപ്ഷൻസ് നമുക്ക് തരുന്നില്ല. IFBയുടെ ആമസോണിലെ റേറ്റ് വന്നിരിക്കുന്നത് 18,590 രൂപയാണ്. അപ്പോൾ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 ഇയർ ആണ് കമ്പനിയുടെ വാറന്റി വന്നിരിക്കുന്നത്. അപ്പോൾ 1 ഇയർ കൂടി നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 5 ഇയർ ആക്കുന്നതിന് 249 രൂപയുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.